മന്ത്രി വീണ ജോർജിനെ ആക്രമിക്കുന്നതിന്റെ തെളിവ് ഹാജരാക്കിയാൽ 1 പവൻ സ്വർണം സമ്മാനം നൽകാമെന്ന് കണ്ണൂർ യൂത്ത് കോൺഗ്രസ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിക്കുന്നതിന്റെ തെളിവ് ഹാജരാക്കിയാൽ 1 പവൻ സ്വർണം പ്രഖ്യാപിച്ച് കണ്ണൂർ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി. മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചുവെന്നും കയ്യേറ്റം ചെയ്തുവെന്നും ആരോപിച്ച് CPM പ്രതിഷേധം ശക്തമാക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി വീഡിയോയ്ക്കായി സമ്മാനം പ്രഖ്യാപിച്ച് പരിഹാസവുമായി രംഗത്തെത്തിയത്. മന്ത്രി വീണ ജോർജിനെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചു എന്ന് പറയുന്ന വീഡിയോ തെളിവ് ഹാജരാക്കിയാൽ നിങ്ങൾക്കും നേടാം 1 പവൻ സ്വർണം എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പോസ്റ്ററിൽ പറയുന്നത്. മന്ത്രിയെ കൊല്ലാനുള്ള നീക്കമാണ് നടത്തിയെന്നാണ് CPM ആരോപിക്കുന്നത്. ജില്ലയിൽ CPM വ്യാപക പ്രതിഷേധം നടത്തുകയാണ്. നിരവധി കോൺഗ്രസ് ഓഫീസുകളും കെട്ടിടങ്ങളും കഴിഞ്ഞ രാത്രിയിൽ നശിപ്പിച്ചു. സംഭവത്തിൽ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുകയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ P. നിധിൻ രാജ് പറഞ്ഞു. ഇതുവരെ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിക്കുന്നതായി കണ്ടെത്താൻ സാധിച്ചില്ല. സംഭവം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നടന്നതിനാൽ റെയിൽവേ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. റെയിൽവേ പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുവെങ്കിലും ആക്രമിക്കുന്നതായി കണ്ടെത്താൻ സാധിച്ചില്ലെന്നാണ് വിവരം. ദൃശ്യമാധ്യമങ്ങളിലൂടെ അടക്കം പുറത്തുവന്ന മറ്റു വീഡിയോ ദൃശ്യങ്ങളിലും ആക്രമിക്കുന്നതായി കണ്ടെത്തിയിട്ടില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പുറത്തുവിട്ട വീഡിയോയിലും മറ്റ് ചില CPM ഹാൻഡിലുകൾ പങ്കുവച്ച വീഡിയോയിലും മന്ത്രിയുടെ അടുത്ത് കറുത്ത തുണിയുമായി എത്തിയെന്ന രീതിയിലും ഒരു വീഡിയോ ദൃശ്യം പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് കരിനീല വസ്ത്രം ധരിച്ച മന്ത്രിയുടെ ഗൺമാനാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. ഇതോടെയാണ് മന്ത്രിയുടെ പരിസരത്ത് പോലും എത്താൻ കഴിയാത്ത KSU പ്രവർത്തകർക്ക് നേരെ വധശ്രമത്തിന് കേസെടുത്തതെന്ന് അടക്കമുള്ള പ്രത്യാരോപണങ്ങളുമായി കോൺഗ്രസും എത്തിയത്. മന്ത്രിയെ ആക്രമിച്ചിട്ടില്ലെന്ന് മാത്രമല്ല സമീപത്ത് പോലും എത്തിയിട്ടില്ലെന്നാണ് KSU യൂത്ത് കോൺഗ്രസും പറയുന്നത്. സ്പീക്കർ AN ഷംസീറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടാക്കിയ തിരക്കഥയാണിതെന്നും മന്ത്രിയുടേത് നാടകമാണെന്നും കഴുത്തുളുക്കിയതിന് ICUവിൽ ചികിത്സിക്കേണ്ട സാഹചര്യമില്ലെന്നുമാണ് KSU നേതാക്കൾ പറയുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM പ്രവർത്തകർ ആരോഗ്യമന്ത്രിയെ KSU പ്രവർത്തകർ ആക്രമിച്ചുവെന്ന പച്ചക്കള്ളം വ്യാപകമായി പ്രചരിപ്പിക്കുകയും അതിന്റെ പിറകിൽ സംസ്ഥാനത്തൊന്നടങ്കം വ്യാപകമായി അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചു. മാധ്യമപ്രവർത്തകർക്ക് റെയിൽവേ പോലീസിനും ദൃക്സാക്ഷികൾക്കും മന്ത്രിയുടെ അടുത്തുപോലും ഈ പ്രകടനക്കാർ എത്തിയിട്ടില്ലെന്ന് അറിയാമെങ്കിലും 4 പേരോ 5 പേരോ ആണ് ആകെ ഉണ്ടായിരുന്നതെന്നും അവരെ അപ്പോൾ തന്നെ പോലീസ് വളഞ്ഞു കൊണ്ടുപോയെന്നും VD സതീശൻ പറയുന്നു. ആരോഗ്യമന്ത്രിയുടെ സമീപത്തേക്ക് പ്രതിഷേധക്കാരും പോയിട്ടില്ല. അവരാണ് ക്രുദ്ധയായി വെല്ലുവിളിച്ചുകൊണ്ട് ഓടിയതെന്നും സത്യത്തിൽ അവിടെ ഒരു പിടിവലി ഉണ്ടായത് പോലീസും ആരോഗ്യമന്ത്രിയും തമ്മിലാണെന്നും VD സതീശൻ വ്യക്തമാക്കുന്നു. ആരോഗ്യമന്ത്രി ഈ KSUക്കാരുടെ അടുത്തേക്ക് പാഞ്ഞു പോകുന്നത് തടയാൻ ശ്രമിച്ചത് പോലീസാണ്. അവരുടെ ഒപ്പമുണ്ടായിരുന്ന വനിതാ പോലീസ് ഓഫീസറും മറ്റു പോലീസുകാരും വളരെ പണിപ്പെട്ട് ശ്രമിച്ചിട്ടാണ് ആരോഗ്യമന്ത്രിയുടെ രോഷം അടക്കിയതെന്നും ഇതിന്റെ എല്ലാം വിഷ്വൽ തെളിവുകൾ എല്ലാവരുടെയും കയ്യിലുണ്ടെന്നും VD സതീശൻ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇതിനിടെ ആശുപത്രിയിൽ മറ്റൊരു നാടകം അരങ്ങേറുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് ചികിത്സ നൽകുന്നത് തുടരാൻ തന്നെ മെഡിക്കൽ ബോർഡ് തീരുമാനിക്കുകയും ചെയ്യുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് KSU പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ദിവസം പുതിയ മെഡിക്കൽ ബുള്ളറ്റിനുകളാണ് പുറത്തു വരുന്നത്. കടുത്ത വേദനയ്ക്ക് ആശ്വാസമായെന്ന പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ. മന്ത്രിക്ക് കടുത്ത വേദനയ്ക്ക് ആശ്വാസമുണ്ടെന്നും അടിയന്തര ശസ്ത്രക്രിയ വേണ്ടെന്നില്ലെന്നുമാണ് ഡോക്ടർമാരും അറിയിക്കുന്നത്. രക്തസമ്മർദ്ദം മരുന്നുകളാൽ നിയന്ത്രണ വിധേയമാണ്. കഴുത്തിൽ കശേരുക്കളിലുണ്ടായ സമ്മർദ്ദമാണ് വേദനയ്ക്ക് കാരണം. യാത്ര അനുവദിക്കാനാകാത്തതുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുമെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നു. കഴുത്തിലേറ്റ ക്ഷതത്തിന്റെ ഭാഗമായി വലതു കൈയിലേക്കും തലയുടെ പിൻഭാഗത്തേക്കും പടരുന്ന വിധത്തിലുള്ള കടുത്ത വേദനയ്ക്ക് ഇപ്പോഴത്തെ ചികിത്സയിലൂടെ നേരിയ ആശ്വാസം ലഭിച്ചുവെന്നും മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിൽ പറയുന്നു. നിരന്തര നിരീക്ഷണം ആവശ്യമുള്ളതിനാൽ ICUവിൽ തന്നെ ചികിത്സ തുടരാൻ തീരുമാനിച്ചുവെന്നും MRI സ്കാൻ, MR ആൻജിയോഗ്രാം എന്നിവയുടെ റിപ്പോർട്ടുകൾ ബോർഡ് വിലയിരുത്തി.